പൊന്നുമക്കളെ, നിങ്ങളൊരു കാര്യം കണ്ടായിരുന്ന? മറുപടി പറഞ്ഞ മേയർ വിതുമ്പി. ആ പ്രശ്നത്തിൽ മേയർ ആര്യ രാജേന്ദ്രൻ മാത്രമല്ല. ഇനി കരഞ്ഞു മെഴുക തന്നെ വഴി. എവിടുത്തെ തിരുവനന്തപുരത്തെ കെട്ടിലമ്മയാണ് കെട്ടിലമ്മ. ഇപ്പൊ സ്ത്രീകളുടെ മൊത്തം സംരക്ഷണം ഏറ്റെടുത്തിരിക്കുകയാണ്. ഒരു സ്ത്രീക്കും ഇങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയുള്ള പോരാട്ടത്തിന്റെ ഭാഗമാണ് ആ പ്രതികരണം. എല്ലാ സ്ത്രീകൾക്കും ചേർത്താണ് പ്രതികരിച്ച് കൊടുത്തതെന്ന്. ആദ്യം നട്ടാ മുളയ്ക്കാത്ത നുണ പറഞ്ഞ് പിടിച്ച് നിൽക്കാൻ വേണ്ടി നോക്കി. ഉള്ള CCTV വീഡിയോ എല്ലാം പുറത്തു വരുമെന്ന് വിചാരിച്ചില്ല. അത് മുക്കാനും ഒത്തില്ല. ഗണേശനും വിചാരിച്ച സ്ഥലത്ത് നിന്നതുമില്ല. ഇവക്ക് 8ന്റെ അല്ല 16ന്റെ പണിയും കിട്ടി. 700 രൂപയ്ക്ക് തൃശ്ശൂർ തൊട്ട് തിരുവനന്തപുരം വരെ ഈ ചൂടത്ത് വണ്ടി ഓടിച്ച് വരുന്ന ആ പയലിന് നേരെ ഇവളുടെ എന്ത് അഹങ്കാരം, ഇവക്ക് എന്തുമാത്രം തുടിപ്പ് കടന്നിട്ടാണ് അവൾ ആ തിളപ്പ് തിളച്ചത്. ഇവൾ പറയണുണ്ട് സ്ത്രീത്വം എന്നെ ലൈംഗികപരമായിട്ട് എന്തൊരു ചെയ്ത് അയാൾ സൂപ്പർ ഫാസ്റ്റ് ബസ് ഓടിച്ചിട്ട് വേഗത പോകുന്നവ എവിടെ അടുത്ത് എന്ത് ലൈംഗികതയിൽ എന്തൊരു ചേഷ്ട കടന്ന് കാണിച്ചെന്ന്. അത് കാണാനും മാത്രം ഇത് ഞാൻ വല്ലതൊക്കെ പറഞ്ഞു പോയെങ്കിൽ അത് വലിയ പ്രശ്നമാകും. അതുകൊണ്ടാണ് അതിലോട്ട് പോവാത്തത്. ഇതൊന്നുമല്ല എനിക്കിന്ന് പറയാനുള്ള. ഒന്ന്, എവിടെ ഇപ്പോഴത്തെ ഈ മോങ്ങി കരഞ്ഞു മെഴയിലും വികാരപരമായിട്ട് പ്രതികരിച്ചെന്നിരുന്നുകൊണ്ട് ഇനിയിപ്പം മാറ്റി പിടിക്കുകയാണ്. കാരണം ഇതിൽ നിൽക്കൂല, കയ്യിൽ നിൽക്കൂല. അപ്പോൾ സാധാരണ എല്ലാവരും ചെയ്യണ കാര്യം തന്നെ സ്ത്രീത്വത്തിനെതിരെ സ്ത്രീത്വത്തെ അപമാനിച്ച് അല്ലെങ്കിൽ ലൈംഗികപരമായിട്ട് എന്തൊക്കെയാ കാണിച്ചെന്ന് പറഞ്ഞാൽ ഉടനെ വകുപ്പങ്ങ് മാറും. ആണുങ്ങളുടെ പേര് പെട്ടെന്ന് തൊടുത്തു വിടാൻ പറ്റുന്ന ഒരു കേസാണല്ലോ അത്. ആർക്കും കൊണ്ട് കയറാവുന്ന ഒരു സാധനമാണല്ലോ അത്. ഇവൾ ആദ്യം പറഞ്ഞ എന്തരാണ് സൈഡ് തന്നില്ല എന്ന്. ഇവൾ ആദ്യം പറഞ്ഞ് ഇവരെല്ലാവരും ആദ്യം പറഞ്ഞ സൈഡ് തന്നെ, ഭർത്താവും ഭാര്യയും കൂടെ പറഞ്ഞത്. എന്നിട്ട് പറഞ്ഞത് എന്താണ്, ചുവന്ന ലൈറ്റ് കത്തുന്നിടത്താണ് നിർത്തിയതെന്ന് പറഞ്ഞ്, യാത്രക്കാരെ ബുദ്ധിമുട്ടിച്ചില്ലെന്ന് പറഞ്ഞ്. ആ വീഡിയോ പുറത്ത് വന്നതിനകത്തെല്ലാം കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് തെളിഞ്ഞ്. ഇത്രയൊക്കെ ആയിട്ടും ആ ഡ്രൈവർ കൊടുത്ത ഒരു പരാതിയുടെ പേര് ഒരു നടപടിയും ഉണ്ടായിട്ടില്ല. ഇവരുടെയൊക്കെ പേര് എന്തെങ്കിലും നടപടി ഉണ്ടായാൽ ഇവരിപ്പോൾ പറയണല്ല സ്ത്രീത്വം സംരക്ഷിക്കാനായിരുന്നു, ഒരുത്തർക്കും ഈ ഗതി വരരുത്. എന്തൊരു സംഭവിച്ചെന്ന് പോലും നമുക്കൊന്നും ഇത് കണ്ടിട്ട് പൊതുജനങ്ങൾക്ക് മനസ്സിലാവണില്ലപ്പാ. ആർക്കും ഇത് സംഭവിക്കാതിരിക്കാൻ വേണ്ടിയാണെന്ന്. ഈ മേയർ പദവി തലേ വെച്ചുകൊണ്ട് ഇരുന്നിട്ടല്ലേ ആ കന്നന്തിരിവ് അത്രയും അഹങ്കാരം കാണിച്ചത്. ആ രാത്രിക്ക് രാത്രി ഇത്ര സ്പീഡ് വന്നവർ, ഇത്ര ആളുകൾ ജനങ്ങളായിട്ട് വന്ന വണ്ടി. ആ ജനങ്ങളെ എല്ലാം പോലീസുകാർ വിളിച്ച് തിരക്കിയപ്പോൾ അവരെല്ലാം ഡ്രൈവറെ പിന്തുണച്ചുകൊണ്ടാണല്ലോ മറുപടി കൊടുത്തത്. അപ്പോൾ ഇതിനെതിരെ ഒന്നും പരാതി വരൂല്ലേ, പൊങ്ങൂല്ലേ? ഇപ്പോൾ ഒരു സാധാരണക്കാരനായിരുന്നെങ്കിൽ ഇങ്ങനൊരു KSRTC ബസ്സിൽ തടഞ്ഞ് ഇങ്ങനൊരു പ്രശ്നം ഉണ്ടായെങ്കിൽ അവരാദ്യം കൊടിയും പിടിച്ചോണ്ട് ഇറങ്ങുമല്ല. തിരുവനന്തപുരം കോർപ്പറേഷൻ്റെ പരിധി വരുന്ന ഒരു സ്ഥലത്തിനകത്ത് വേറൊരുത്തരാണ് ഈ കന്നന്തിരിവ് കാണിക്കണമെങ്കിൽ മേയർ ആദ്യം കൊടിയും പിടിച്ചുകൊണ്ട് ചാട്ടവാറും കൊണ്ട് ഇറങ്ങുമായിരുന്നോ? ഇല്ല. അപ്പോഴും പറയുമായിരുന്നു അയ്യോ സ്ത്രീത്വത്തെ സംരക്ഷിക്കാനാണ്. നിയമത്തിൻ്റെ വഴിക്കെന്നല്ലേ അപ്പോഴും പറയത്തുള്ളൂ. നിയമമാണെന്നേ അവർ പറയുള്ളൂ. തിരുവനന്തപുരത്തുകാരുടെ മാനം കൂടെ കളയാൻ വേണ്ടി ഓരോരോ അവശകനങ്ങൾ കയറി കസേരമേ കയറി ഇരുന്നോളൂ. ആ പയൽ ലഹരി ഉപയോഗിച്ചിരുന്നെന്ന്. പയൽ ആദ്യം എന്താ കവറെടുത്ത് അങ്ങോട്ട് തട്ടുന്നത് കണ്ടെന്ന്. പയലിൻ്റെ അടുത്ത് ചോദിച്ചപ്പോൾ പറയണേ എന്തരാ, അവിടെ ബസ്സിൽ എല്ലാവരുമൊക്കെ ബിസ്ക്കറ്റാ മിച്ചറൊക്കെ തിന്നിട്ട് കവർ അവിടെ ഇടുവല്ല, അതെന്തോ കാറ്റിൽ പറന്നു വന്നപ്പോൾ അതെടുത്ത് ഇവരാണ് ചെന്ന് ഈ കതവിനെല്ലാം വലിച്ച് തുറന്നത് ബസ്സിൻ്റെ. ആ സമയത്ത് അതെടുത്ത് പുറത്തിട്ടതാണ് പറഞ്ഞത് ലഹരി ഉപയോഗിച്ചെന്ന്. അതും പോരാഞ്ഞിട്ട് പരിശോധനയ്ക്ക് കൊണ്ടുപോയല്ലോ പോലീസുകാരെല്ലാവരും കൂടെ ആശുപത്രി. അപ്പോൾ റിപ്പോർട്ട് വന്നപ്പോൾ പയലൊന്നും ചെയ്തിട്ടില്ല, കള്ളും കുടിച്ചിട്ടില്ല, ചെറുകിടയിലൊക്കെ എന്തൊക്കെയാണ് വയ്ക്കുമല്ലോ അതൊന്നും ഉപയോഗിച്ചിട്ടില്ല എന്ന് റിപ്പോർട്ടും വന്ന്. എന്നിട്ട് ഇവർക്കെതിരെ എന്തൊരു നടപടി വന്നിട്ട് എന്നിട്ട് പോലീസുകാരെന്തൊരു പറഞ്ഞ് പൊതുജനങ്ങൾ ഇതൊക്കെ അറിയണം, ഇതൊക്കെ കേൾക്കണം. ഇവരുടെയൊക്കെ തനി നിറ ആ പയൽ ഏതായാലും ഉള്ളതുപോലെ പറയേണ്ടത് എല്ലാം ക്യാമറയുടെ മുന്നിൽ നിന്ന് പറഞ്ഞേക്കുന്നത്. പോലീസുകാർ പറഞ്ഞെന്ന് അവർ വലിയ വലിയ ആളുകളാണെന്ന്. ആരീ വലിപ്പം എടുത്ത് വെച്ച് കൊടുത്തത്? ഇവരിപ്പോൾ ഇങ്ങോട്ട് ഭൂമിയിലോട്ട് വന്നപ്പോഴേ വലിപ്പം കൊണ്ട് വന്നാൽ ജനങ്ങൾ കൊടുത്ത പദവികളൊക്കെ തന്നെയല്ലേ ഉള്ളത്. അതും തിരുവനന്തപുരത്തെ അവസാനത്തെ ഈ ചുവന്ന മേയർ ഇത് തന്നെ ആയിരിക്കും. പോലീസുകാർ പറഞ്ഞേക്കണമെന്ന് നിങ്ങൾ മാപ്പി ചോദിച്ച് രക്ഷപ്പെട്, നിങ്ങളുടെ പണി തെറിപ്പിക്കുക എന്നാണ് പറഞ്ഞിരിക്കണത്. നിങ്ങൾ അവരെയൊക്കെ താഴെ കിടക്കുന്ന ആളല്ലേ. എന്തൊരു താഴെ, എല്ലാവർക്കും ഒരു തലച്ചോറ് 2 കിഷ്ണിയൊക്കെ തന്നെ കൊണ്ട് എല്ലാവരും ജീവിക്കണത്. അവർക്ക് എന്തോന്ന് അധികം എന്താണ് വെച്ചിരിക്കണത്? ഈ കസേരയാ. അതുകൊണ്ട് ഇതിന് എന്ന് വെച്ചാൽ ഇതൊരു മാതൃകയായിരിക്കണം ഈ ശിക്ഷ. ഈ കസേര ഇരിക്കുന്ന എല്ലാവർക്കും റോഡിൽ കൂടെ നടക്കുന്ന ആളുകളുടെ നെഞ്ചത്ത് കയറി തോന്നിയാസം കാണിക്കാനാണ് ഇത്. എന്തൊരു ജനാധിപത്യം? ഇതപ്പോൾ രായഭരണവും പട്ടാള ഭരണവും ഒന്നും അല്ലല്ലോ. ഇത് എന്തൊരിത്? നാട്ടിൽ കേട്ടിട്ടില്ലാത്ത കാര്യങ്ങൾ. ആളുകൾക്ക് ഇവിടെ ജീവിക്കണ്ടേ? ആളുകൾക്ക്
ഇവർ ലക്ഷക്കണക്കിന് രൂപയായിരിക്കും മാസം നേരിട്ടും പിൻവാതിലിൽ കൂടെയൊക്കെ ഉണ്ടാക്കണത്. അതുപോലെയല്ല സാധാരണക്കാർ. 700 രൂപയ്ക്ക് ആ പയൽ ഇത്രയും ദൂരം കടന്ന് പോണത്. ചവിട്ടിയെടുത്തും ഈ തിരക്കിൻ്റെ ഇടയിൽ ഒരു വണ്ടി ഓടിക്കുന്നവൻ അതിൻ്റെ ബുദ്ധിമുട്ടറിയായിരിക്കും. ഈ നല്ല ഒന്നാം തരം റോഡ് കിടക്കണ ഈ റോഡിൽ കൂടെ ഓടിക്കണമെങ്കിലുള്ള ബുദ്ധിമുട്ട്. ആ തൃശ്ശൂരിൽ നിന്ന് തിരുവനന്തപുരം വരെ ഓടിയെത്തിയ ആ പയലിൻ്റെ ക്ഷീണമൊന്ന് കണക്കിലെടുത്താൽ മതിയല്ല. എന്തിന് അവരവരുടെ വയറ് കഴിയാനല്ലേ അവരവർ ഇങ്ങനെ നടക്കുന്നത്. അപ്പോൾ ഇങ്ങനെ കിടന്നൊരു ധാർഷ്ട്യം. ഇടത്തുനിന്ന് വണ്ടി നമുക്ക് വണ്ടി ഓട്ടാനൊന്നും അറിഞ്ഞുകൂടെങ്കിലും നമ്മൾ കണ്ടിട്ടുണ്ട്. ഇടതുവശത്തു കൂടെ വണ്ടി ഓടിച്ച് കയറ്റാൻ പാടില്ല എന്ന് ട്രാൻസ്പോർട്ട് ബസ്സിൽ വരെ എഴുതി വെച്ചേക്കണത്. അപ്പോൾ ഇടതുവശത്തു കൂടെ കയറി വന്ന വണ്ടിയുടെ മുന്നിലിട്ട് നിർത്തി ഇല്ല സിനിമയിലൊക്കെ കാണും പോലെ എന്തൊക്കെയോ തന്തയ്ക്ക് വിളിച്ച് നിൻ്റെ അച്ഛൻ്റെ വകയാണോ റോഡ്? ആരുടെ അച്ഛനും അപ്പൂപ്പനും ഒന്നും കണ്ട വകയൊന്നുമല്ല റോഡും KSRTC ബസ്സും. ജനങ്ങൾ കൊടുക്കണ നികുതിയിൽ നിന്ന് എവരെയൊക്കെ തീറ്റി പോറ്റണതും പോരാഞ്ഞിട്ട് എവരുടെയൊക്കെ അഹങ്കാരം കൂടെ തിളപ്പ് കൂടെ തീർക്കാൻ നമ്മൾ നിന്ന് കൊടുക്കണമെന്നാ. അതുകൊണ്ട് മേയറമ്മ ഇപ്പം മേയറൂട്ടിയല്ല മേയറമ്മ കുഞ്ഞു ആ കൊച്ചു പിള്ളയെ എടുത്തും കൊണ്ട് ഓഫീസിൽ വന്ന് പ്രഹസനം കാണിച്ച മുതലാണ്. ഇതൊന്നും ഞങ്ങളാരും മറന്നിട്ടില്ല. സ്ത്രീകളുടെ സുരക്ഷയൊക്കെ പറയണല്ല. കുറച്ച് നാൾ മുന്നേ അവിടെ കിടന്നുകൊണ്ട് പിന്നെ പാർട്ടി 2-3 പാർട്ടിക്കാരെല്ലാം നമ്മെ ഇടിയും നടന്ന് ഈ വെള്ളമെല്ലാം വെച്ച് പോലീസുകാർ വഴക്കുണ്ടാക്കുമല്ല വെടിവെക്കണ പോലെ ജലപീരങ്കി. അതൊക്കെ കൊണ്ട് പിന്നെ എത്ര സ്ത്രീകൾക്ക് പരിക്കുകളുണ്ടായി, എത്ര സ്ത്രീകൾ ആശുപത്രി. അപ്പോഴൊന്നും മേയറുടെ നാവ് പൊങ്ങിയില്ലായിരുന്ന സ്ത്രീകളുടെ ശരീരത്തിൻ്റെയും മനസ്സിൻ്റെയും സുരക്ഷയെക്കുറിച്ചൊന്നും അപ്പം നിങ്ങളുടെ നാവ് പൊങ്ങിയില്ലായിരുന്ന. ഒന്നായി അക്ക വിട്ട് ഓരോ കള്ളങ്ങൾ പയറ്റി ഒന്നും അങ്ങോട്ട് പിടിക്കാതെ വന്നപ്പോൾ അവസാനം എല്ലായിടത്തും പിടിപ്പിക്കാൻ പറ്റുന്ന ഒരു കേസ്. ഇപ്പോൾ ഈയിടെ ഒരാളുടെ കരച്ചിലും പറച്ചിലും തീർന്ന് ഒരു നാടകം പൊളിച്ച് കയ്യിൽ അങ്ങോട്ട് കൊടുത്തതേ ഉള്ളൂ. അടുത്ത ആൾ കണ്ണീരും കൊണ്ട് ഇറങ്ങിയിട്ടുണ്ട്. എല്ലാത്തിനും ഒരു പരിധിയെല്ലാം ഉണ്ട് കേട്ടോ. ഒരു ഉളുപ്പെന്ന് പറയുന്ന സാധനം ഉണ്ടോ നിങ്ങൾക്ക്? സ്ത്രീകളെ അപമാനിക്കുന്നതും സ്ത്രീകളുടെ അടുത്ത് മോശമായിട്ട് പെരുമാറുന്നതും എല്ലാം ഭയങ്കര തെറ്റായിട്ട് ഇന്ത്യ പോലെ ഒരു രാജ്യത്ത് കണക്കാക്കുന്നത് സ്ത്രീകൾക്കൊരു ബഹുമാനവും ഒരു മൂല്യവും കൊടുക്കണതുകൊണ്ടാണ്. അതിനെ എടുത്ത് നിൻ്റെയൊക്കെ സാഹചര്യം പോലെ നിൻ്റെയൊക്കെ സൗകര്യം പോലെ എടുത്ത് ഉപയോഗിച്ചിങ്ങനെ ദുരുപയോഗം ചെയ്താണ് അത് യഥാർത്ഥത്തിൽ അങ്ങനെ ഒരു കേസ് എന്നാലും ഇപ്പോൾ പരിഗണിക്കാത്തത്. അല്ലെങ്കിൽ തന്നെ ഞാൻ ഒരു കാര്യം കൂടെ ചോദിച്ചോട്ടെ, ഒരു സംശയം കൂടെ എനിക്കുണ്ട്. ഇങ്ങനെ ഡ്രൈവർ തെറ്റ് ചെയ്തെന്ന് തന്നെ ഇരിക്കട്ടെ, 1% ആ പൈല് ചെയ്തിട്ടില്ല, അത് വേറെ ആയിരിക്കും, എന്തെങ്കിലും ചെയ്തെന്നിരിക്കട്ടെ, ആ വണ്ടി തടയാനും അതിലിരിക്കണ യാത്രക്കാരെ പുറത്തിറക്കാനും ഡ്രൈവറെ അതിൽ നിന്ന് ഇറക്കാനും ഒക്കെ ഇവർ പോലീസാ? ഇവർ മേയറെന്ന് പറഞ്ഞ് ഇവരുടെ ഭർത്താവ് MLA എന്ന് പറയണത് ഇവരുടെ നിയമം ഏൽപ്പിച്ചിരിക്കണ. അപ്പം ഇവരിങ്ങനെ എങ്ങനെ വയ്ക്കുമ്പം വരാണ്ടിരിക്കണ പോലീസ്. ഇതിന്നൊക്കെ നമ്മൾ എന്തൊരു വിചാരിക്കേണ്ടത്? നമ്മളൊക്കെ ഒരു കേസ് ഒരു പരാതിയും കൊണ്ട് സ്റ്റേഷനിലോട്ട് ചെല്ലട്ട് അവിടെ നില്ലെന്ന് പറയും. ഒരു രസീത് ഇപ്പം തരുമെന്ന് പറയുമല്ല കേസ് കൊടുത്തതിൻ്റെ, അത് ചോദിക്കാൻ പേടിയാണ്. ജനമൈത്രി പോലീസാണെന്ന് പറയണത്. എന്തെങ്കിലും പിടിപാടാ അല്ലെങ്കിൽ നല്ല കാശുള്ളവനെ ചെന്നാൽ കാര്യങ്ങൾ നടക്കും. അപ്പം പോലീസ് മേയർ വരച്ച വരക്കൂടെ നടക്കണത് കണ്ട. ഒരു കാരണവശാലും പൊതുജനങ്ങളെല്ലാം ഇതിനെതിരെ പ്രതികരിക്കണം. ഒരു പാവപ്പെട്ടവൻ്റെ വയറ്റത്തടിച്ച് ആ പയലിനെ നാണം കെടുത്തി അത്ര യാത്രക്കാരെ ബുദ്ധിമുട്ടിച്ച് ഇത്രയും സ്ഥാനത്തിരിക്കുന്ന ഒരു ആൾ അങ്ങനെ ചെയ്യുമ്പോൾ മാതൃകാപരമായിട്ട് ഇതിനെ അങ്ങേയറ്റ ആ പയൽ പോയാലും നമ്മളെ എല്ലാം പിന്തുണയായിട്ട് കൂടെ നിൽക്കണം. പയൽ തിരുവനന്തപുരംകാരൻ തന്നെ എവിടെയാണ് വീടെന്നൊന്നും അറിഞ്ഞുകൂടപ്പി. എന്തരായാലും അതിനെക്കുറിച്ചൊന്ന് തിരക്ക് തന്നെ. നമ്മളെല്ലാ പയലിൻ്റെ കൂടുണ്ട്. നിങ്ങൾക്ക് ഇതിനകത്തൊന്നും പറയാനില്ലേ? പറയാനുള്ളത് കുസുമേച്ചിയെ ഇതിനകത്ത് എഴുതി അറിയിക്കണം കേട്ടോ. കുസുമേച്ചി പിള്ളേരെ കൊണ്ട് വായിപ്പിക്കാം.